നമസ്കാരം. കിഷോർ സത്യ ടോക്സിലേക്ക് സ്വാഗതം. ഇമ്പുരാനോടൊപ്പം തിയേറ്ററിൽ റിലീസ് ചെയ്യാൻ ചങ്കൂറ്റം കാണിച്ച സിനിമ എന്നാണ് അഭിലാഷത്തെ പറ്റി ഇതുവരെ പറഞ്ഞു കേട്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ OTT ട്രെൻഡിംഗ് ആണ് അഭിലാഷം. പ്രാരാബ്ധം സ്റ്റാർ അല്ലെങ്കിൽ EMI സ്റ്റാർ എന്നൊക്കെ വിളിപ്പേര് വന്ന സൈജു കുറുപ്പിന് അഭിലാഷം ഒരു മോചനം നൽകുന്നു. സൈജുവിന്റെ അഭിലാഷ് കുമാറിന് ഇതിൽ ഒരു അത്തറകടയും ഒരു കൊറിയർ സർവീസും ഉണ്ട്. അപ്പോൾ ആ പ്രശ്നം നൈസായി പരിഹരിച്ചു. റീൽസും ഷോർട്ട് വീഡിയോകളും കണ്ട് ശീലിക്കുന്ന, പ്രണയം എന്ന് വെച്ചാൽ ഡേറ്റിംഗും അല്ലെങ്കിൽ വൺ നൈറ്റ് സ്റ്റാൻഡും ഒക്കെയാണെന്ന് തെറ്റിദ്ധരിച്ചു പോയ ഒരു തലമുറയ്ക്ക് ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ച പ്രണയവും അതിന്റെ നഷ്ടവുമൊന്നും അറിയാത്തത് കൊണ്ടോ മനസ്സിലാക്കാത്തത് കൊണ്ടോ ആവാം ഈ ചിത്രം തിയേറ്ററിൽ അത്ര കണക്ട് ആവാതെ പോയത് എന്നാണ് എന്റെ പക്ഷം. ഇന്നലെ ഈ സിനിമ കണ്ട് ഞാനിതിലെ പ്രധാന വേഷം ചെയ്ത സൈജുവിനെ വിളിച്ചിരുന്നു. കേരളത്തിലെ തിയേറ്ററുകളിൽ നിന്നും നല്ലൊരു തുക കളക്ഷനായിട്ട് ഈ സിനിമയ്ക്ക് കിട്ടിയിരുന്നു എന്നും അപ്പോഴാണ് അറിയുന്നത്. എന്തായാലും സിനിമ ഇപ്പോൾ OTT ട്രെൻഡിംഗ് ആണ്. പതിവ് രൂപത്തിൽ നിന്നും വ്യത്യസ്തമായ ഒരു ഹെയർ സ്റ്റൈലും ഗെറ്റപ്പും സൈജുവിന്റെ ലുക്ക് ആൻഡ് ഫീൽ തന്നെ മാറ്റി. ഷെറിനായി വന്ന തൻവീർ റാമും നമ്മളെ നിരാശപ്പെടുത്തിയില്ല. എനിക്ക് ഇതിൽ ഏറ്റവും ഹൃദ്യമായത് സജാദ് കാക്കുവിന്റെ ക്യാമറ നൽകിയ മനോഹരമായ ഫ്രെയിമുകളാണ്. ഒപ്പം മികച്ച കളറിങ്ങും ഗ്രേഡിങ്ങും ഇതിന് മുതൽക്കൂട്ടി. ശ്രീഹരി കെ നായരുടെ സംഗീതവും എടുത്തു പറയേണ്ടതാണ്. കഥയുടെ ക്ലൈമാക്സ് ആദ്യം ഉണ്ടാവുകയും അതിൽ നിന്നും പിന്നോട്ട് സഞ്ചരിച്ചുമാണ് ഇതിന്റെ കഥാവഴി ഉണ്ടാക്കിയത് എന്നാണ് സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത്. ജനിത് കാച്ചുപള്ളിക്ക് തന്റെ തിരക്കഥയിൽ കുറച്ചുകൂടെ രചനാ വഴക്കം കാണിക്കാമായിരുന്നു എന്നും എനിക്ക് തോന്നി. എന്നിരുന്നാലും മൊബൈൽ ഫോണിന്റെയും ഇന്റർനെറ്റിന്റെയും ഒക്കെ മുൻപൊരു കാലം പരിചയമുള്ള ഏതൊരാൾക്കും ഈ സിനിമ ഇഷ്ടപ്പെടും എന്നാണ് എന്റെ പക്ഷം. ബാല്യത്തിലോ കൗമാരത്തിലോ പ്രണയം പറഞ്ഞവർക്കും മനസ്സിൽ പറയാതെ കൊണ്ടു നടന്നവർക്കും ഒരുപോലെ ഈ ചിത്രം നിങ്ങളുടെ ഗതകാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോയേക്കാം. കൊട്ടകകളിൽ വിജയിക്കുന്നവ OTTയിൽ കെട്ടടങ്ങുകയും പരാജയം നുണഞ്ഞവ വീട്ടിലെ കാഴ്ചയിൽ ആഘോഷിക്കപ്പെടുകയും ചെയ്യുന്നത് ഇപ്പോൾ പതിവ് കാഴ്ചകളായി മാറിയിരിക്കും. പുതുകാല സിനിമകൾ റീൽസും വൈറൽ കട്ടും ഒക്കെ പോലെ മാറുന്നു എന്നൊരു പരാതി പൊതുവെ മലയാള സിനിമയെ പറ്റി ഇപ്പോൾ പറഞ്ഞു കേൾക്കാറുണ്ട്. പക്ഷെ അതൊന്നും വീട്ടിലെ കാഴ്ചയിൽ വരുമ്പോൾ വർക്ക് ആവാതെ വരികയും എന്നാൽ കഥകൾ പറഞ്ഞു പോകുന്ന പടങ്ങൾ കാഴ്ചക്കാർ ആസ്വദിക്കുകയും ചെയ്യുന്നു എന്നതിന്റെ ഉദാഹരണങ്ങളാണ് അഭിലാഷം, നാരായണിന്റെ മൂന്നാൺമക്കൾ, ഔസേപ്പന്റെ ഒസ്യത്ത് തുടങ്ങിയ ചിത്രങ്ങളുടെ OTT സ്വീകാര്യത. മറ്റൊരു വർത്തമാനമായി വീണ്ടും കാണുന്നവരെ നന്ദി, നമസ്കാരം.